കുഞ്ഞുങ്ങൾ കഥ കടച്ച് മുടിക്കാതിരിക്കുമ്പോൾ നീ 10 മണിക്ക് താഴെ നിന്നുകൊണ്ട് ഫോൺ വിളിച്ച് മോനെ ബ്രേക്ക്ഫാസ്റ്റായി കൊണ്ടുവരട്ടെ മുറിയിലോട്ട് എന്ന് പറഞ്ഞ് കൊണ്ട കൊടുക്കുന്ന രീതിയൊക്കെ മാറണം. അവൻ താഴെ വന്ന് നിൻ്റെ കൂടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവൻ മുടിയും വെട്ടാതെ പല്ലും തേക്കാതെ മീശയും വളർത്തി പ്യാജ് കയറി അകത്തിരിക്കുക. നിന്നെ എപ്പോഴാണ് കണ്ടിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. നീ ലാളിച്ചൊരു പരുവത്തിലാക്കല്ലേ. 15 വയസ്സുള്ള കൊച്ച് ബുള്ളറ്റ് വേണമെന്ന് പറയുമ്പോൾ 350 cc ബുള്ളറ്റ് മേടിച്ചു ഞങ്ങളെ കൊണ്ട് അനുശോചനം പറയിപ്പിക്കല്ലേ. സന്തോഷമുണ്ട് സ്വത്രം. ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ എല്ലാം സന്തോഷം പോവും. എനിക്ക് അടുത്ത പ്രാവശ്യത്തെ മീറ്റിംഗ് വേണ്ട. ഞാൻ കാര്യം പറഞ്ഞിട്ട് പാൻ വന്നതാ. ഹല്ലേലൂയ. യേശു വരാറായി. നീ കൈവിടപ്പെട്ടു പോകല്ല്. എതിർ ക്രിസ്തു ഭരിക്കുന്ന ഈ ലോകത്തിൽ നീ കാണരുത്. നീ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രത്യാശ നാടിനെ കണ്ടുകൊണ്ട്. ഹല്ലേലൂയ. ഇവൻ കോളേജിൽ നിന്ന് വന്നിട്ട് ചെറിയ സ്വഭാവ വ്യത്യാസം കാണിക്കുന്നെങ്കിൽ ഉടനെ ഞങ്ങൾ പാസ്റ്റർ അറിയാതെ നീ കൊണ്ടുപോയി ഏതെങ്കിലും കൗൺസിലിംഗ് നടത്തി വട്ടന്മാർക്കുള്ള ഗുളിക തീറ്റിച്ച് അവനെ ഒരു പരുവത്തിലാക്കല്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ എതിർദേശം ചെറുക്കൻ അതാ പറ്റിയ. അവൻ ഏതോ നേഴ്സിംഗ് സ്കൂളിൽ പഠിച്ചതാണ്. ഏത് കോളേജെന്ന് എന്നോട് വരുമ്പോൾ ചോദിക്കരുത്. ഇവന്മാരിൽ അവിടെ റായിങ് ചെയ്ത് ഇവന് പട്ട് കയറി. ഇവൻ മുറി വന്ന് കഥ കടച്ച് മിണ്ടാതിരുന്നപ്പോൾ ആരോടും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞ് കാപ്പി കൊണ്ടിരുന്ന് അമ്മയ്ക്കിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ പാസ്റ്ററെ ചെറിയൊരു പ്രയാസമുണ്ട്, അമ്മാമ്മയോട് പറയണ്ട, പാസ്റ്റർ അമ്മാമ്മയോടെ പറയണ്ട. കാരണം പറഞ്ഞ LM അറിയുമല്ലോ, സഹോദരിമാരറിയും. പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. അന്നേരം ആ ചെറുക്കൻ പെരയിൽ ഇറങ്ങി കതക് തുറന്ന് തുണിയില്ലാതെ ഓട്ടം ഓടി റോട്ടിൽ കൂടെ. സ്തോത്രം. പഴമ്പള്ളി കൂടെ ഓടി തോട്ടഭാഗത്തോട് ചെന്ന് തിരുവല്ലായി ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞു. നീ ആരോടും പറയണ്ട. മിണ്ടുന്നില്ല. ആ പോക്ക് അവൻ ഒരു പോക്ക് പോയിട്ട് ശവക്കുഴി പോയി കിടക്കുക. എല്ലാവരും ചത്തു കഴിഞ്ഞാൽ കുഴി വെക്കുന്നത്, ഇവൻ ചാകുന്നതിന് മുമ്പ് കുഴി പോയി കിടക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി മഞ്ചത്തി കൊണ്ടുപോകുന്നവനെയും കുഴി കിടന്നവനെ വിടുവിച്ചൊരു ദൈവമുണ്ട്. അലറി കരഞ്ഞവനെ വിടുവിച്ച യേശുവുണ്ട്. തലമുറയ്ക്ക് നീ യേശുവിനെ കൈമാറ്. സന്തോഷമുണ്ട്. സ്വത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രി നശിക്കുന്ന തലമുറയ്ക്ക് നീ യേശുവിനെ കൈമാറ്.